ഇസ്ലാമിലെ അടിസ്ഥാന സ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. നേർക്കുനേരെ ഹജ്ജ് എത്ര നമ്മളെ ബാധിക്കുന്ന വിഷയമാണെന്ന് ചോദിച്ചാൽ പലർക്കും അല്ല. യഥാർത്ഥത്തിൽ 200 കോടി മുസ്ലിമീങ്ങളുടെ 30 ലക്ഷത്തിലധികം വരുന്ന പ്രതിനിധികൾ അതിശയ നഗരിയായ കൂടാരങ്ങളുടെ കേന്ദ്രമായ മിനയിലും പ്രവാചകന്റെ ജന്മനാടായ മക്കയിലുമൊക്കെ എത്തിക്കഴിഞ്ഞു. പലരും എത്താനുള്ള പരിശ്രമത്തിലാണ്. ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു ആലോചന, നേരത്തെ നമ്മൾ അവധിക്കാല ആലോചന എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ രൂപപ്പെടേണ്ടുന്ന ഒരു ആലോചനയാണ് ഇന്നത്തെ ഖുത്ബയുടെ ഒരു പൊതു ആശയം എന്ന് പറയുന്നത്. 2 പോയിന്റിലാണ് ഈ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സാമ്പത്തികമായും ശാരീരികമായും ശേഷി ഉണ്ടെങ്കിൽ മാത്രം നിർബന്ധമാകുന്ന ഒരു കർമ്മമാണ് ഹജ്ജ്. ഹജ്ജ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു, ഉദ്ദേശിച്ചു എന്നൊക്കെയാണ്. ഒരാളെ ഹജ്ജ് ചെയ്യണമെങ്കിൽ, ഒരാൾക്ക് ഹജ്ജിനുള്ള തൗഫീഖ് ഉണ്ടാവണമെങ്കിൽ അയാൾക്ക് തൻ്റെ ബുദ്ധി ഉറച്ച കാലം മുതൽ, പ്രായപൂർത്തി ആയത് മുതൽ അയാൾ അതിനു വേണ്ടി ഒരുങ്ങണം, അയാൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം, അയാൾ അതിനു വേണ്ടിയുള്ള ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം, അയാൾ അതിനു വേണ്ടിയുള്ള സമ്പാദ്യങ്ങൾ സ്വരുക്കൂട്ടി വെക്കണം എന്നതാണ് വിശ്വാസികൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആഗ്രഹമുള്ള മനുഷ്യന് അല്ലാഹു അത് തർത്തീബാക്കി കൊടുക്കും. അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടല്ലെങ്കിലോ ചില ആളുകളൊക്കെ വിചാരിച്ചിട്ടുള്ളത് കുറെ പ്രായമായി 90 വയസ്സായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഹജ്ജ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഹജ്ജ് എന്നിപ്പോ നമുക്ക് പറ്റിയ പണിയല്ലപ്പാ എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. യഥാർത്ഥത്തിൽ ഹജ്ജ് എന്നത് എല്ലാ കാലത്തും ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാവേണ്ട, ഒരു പക്ഷേ പൂർണ്ണമായി ഒരാൾക്ക് മരിക്കാൻ സാധിക്കണമെങ്കിൽ അയാൾ ഹജ്ജ് ചെയ്തവനാവണം എന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഒരാൾ ഹജ്ജിന് പോകുന്നില്ലെങ്കിൽ അയാളുടെ നന്മകൾ പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹജ്ജ് ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടി അഭിനിവേശം ഉണ്ടാവുക എന്നത് വിശ്വാസിയുടെ അടയാളമായി അള്ളാഹുവിന്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാടൻ ഭാഷയിൽ കരുവാരക്കുണ്ട് അങ്ങാടിയില് ഒരു 6 സെന്റ് സ്ഥലം സ്വന്തമായി ഒരാൾക്കുണ്ടെങ്കിൽ, ഒരു സെന്റിന് 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ കിട്ടുന്ന സ്ഥലത്തുണ്ടെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. 1 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 4-5 സ്ഥലം വിറ്റാലും, സെന്റ് സ്ഥലം വിറ്റാലും 5-6 ലക്ഷം രൂപ മറ്റു ജീവിത പ്രയാസങ്ങളില്ലാതെ, മറ്റു ഇടപാടുകൾക്ക് തടസ്സമില്ലാതെ, അനന്തരാവകാശികൾക്ക് ബേജാറില്ലാത്ത തരത്തിൽ അത് ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമാണ് എന്നതാണ്. അങ്ങനെ ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ തർത്തീബാക്കുന്നത് അല്ലാഹുവാണ്. ഹിദായത്തും അങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് നന്നാവണമെന്ന് അയാൾ ആഗ്രഹിക്കണം, ഹിദായത്ത് കിട്ടണമെന്നും ഹിദായത്ത് മാത്രമാണ് രക്ഷപ്പെടാനുള്ള വഴിയുമെന്നും അയാൾ ചിന്തിച്ചാലാണ് അള്ളാഹ് അതിലേക്ക് അയാളെ പാകപ്പെടുത്തുകയുള്ളൂ എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. മാത്രമല്ല, ഇസ്ലാമിൽ 5 തൂണുകളാണുള്ളത്. ഈ 5 തൂണിൽ ഒരു തൂണ് കുറഞ്ഞു പോയാൽ അതിങ്ങനെ ചെരിഞ്ഞിങ്ങനെ നിൽക്കും. അത് പൂർണ്ണമാവണമെങ്കിൽ അയാളെ മനസ്സിൽ ഹജ്ജിനെ കുറിച്ച്, ഒരാളെ മനസ്സിൽ ഹജ്ജിനെ കുറിച്ചുള്ള നല്ല ആലോചന ഉണ്ട്. കാര്യങ്ങളൊക്കെ ഒത്തു വന്നാൽ ഹജ്ജിന് പോകണം എന്ന് ആഗ്രഹിച്ച ഒരാൾ അതിനു മുമ്പ് മരണപ്പെട്ടാൽ അയാൾക്ക് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടും. അല്ലെങ്കിലോ മരിക്കുന്നതിന് മുമ്പ്, കഫം പുടവ ശരീരത്തിലെത്തുന്നതിന് മുമ്പ് ഹജ്ജിന്റെ ഇഹ്റാമിന്റെ വസ്ത്രം ശരീരത്തിൽ അണിയണം അയാൾക്ക് അവസരം കൊടുക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആലോചനയാണ്. ഞാൻ പറയാം, 15 വയസ്സ് മുതൽ ഏതൊരു കുട്ടിയുടെയും, കൗമാരക്കാരന്റെയും, യുവാവിന്റെയും, നല്ല മധ്യവയസ്കന്റെയും, ആരോഗ്യത്തിടക്കാത്തനായ ഓരോ മനുഷ്യന്റെയും മനസ്സിൽ ഹജ്ജിനെ കുറിച്ചുള്ള എപ്പോഴാണോ ഒത്തുവരിക അപ്പോൾ അത് ചെയ്യണം എന്ന ആഗ്രഹം. ശരിക്കും അള്ളാഹുവിന്റെ ദർബാറിലേക്കുള്ള യാത്രയെ കുറിച്ച് സ്വപ്നമില്ലാത്തവൻ മഹാവിഡ്ഢിയാണ്. അള്ളാഹുവിന്റെ ദർബാറാണ് ഹജ്ജ് എന്ന് പറയുന്നത്, ഹജ്ജിന്റെ സമയം എന്ന് പറയുന്നത്, അറഫ എന്ന് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു മനുഷ്യന് പൂർണ്ണമായും പ്രസവിക്കപ്പെട്ട കുട്ടിയെ പോലെ മാറ്റുന്ന അത്ഭുത പ്രതിഭാസമാണ് ഹജ്ജ് എന്ന് പറയുന്നത്.
അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നബിന്റെ അടുക്കൽ ഇസ്ലാം സ്വീകരിച്ച് നബിന്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞിട്ട് നബിന്റെ മുഖത്തേക്ക് നോക്കി നബിന്റെ കവളിൽ തൊട്ട് കരയാൻ ചോദിച്ചു, നബി എന്തിനാണ് അംറെ കരയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ നിഷേധിയായിരുന്ന കാലത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം താങ്കളുടെ മുഖമായിരുന്നു. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മതം ഇസ്ലാമായിരുന്നു. ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ എന്റെ മുമ്പിലെങ്ങാനും താങ്കളെ കിട്ടിയാൽ താങ്കളെ വകവരുത്തണമെന്ന് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് നടന്നവനാണ് ഈ അംർ. നജാശി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് യാത്ര പോയ ആദ്യത്തെ ഹിജ്റകളിൽ പങ്കെടുത്ത ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെയും സംഘത്തെയും എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ആ രാജാവിന് നിർദ്ദേശം കൊടുക്കാൻ പോയ പ്രതിനിധി ഞാനായിരുന്നു. പ്രവാചകരെ, ഞാനിപ്പോ മുസ്ലിം ആയിട്ടുണ്ട്, പക്ഷെ എന്റെ സങ്കടം, ഈ പാപങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ട് കടത്തും, എവിടെ കൊണ്ട് കഴുകിക്കളയും? ആ സമയത്ത് റസൂൽ പറഞ്ഞു, അംറെ, 3 കാര്യങ്ങൾ ഒരു മനുഷ്യനെ പൂർണ്ണ ശുദ്ധനാക്കും. അതിലൊന്ന് ഇസ്ലാമാണ്. മുസ്ലിം ആവുന്നതോടുകൂടി അതിന്റെ മുമ്പ് അവനിൽ സംഭവിച്ച എല്ലാ വീഴ്ചകളും കുറവുകളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹ് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കും. രണ്ടാമത്തത് ആദർശത്തിന്റെ മാർഗത്തിലുള്ള ഹിജ്റയാണ്. എല്ലാം വിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഹിജ്റ. മൂന്നാമത്തെ എന്താണെന്ന് അറിയാമോ? അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വർഗ്ഗം മാത്രം പ്രതിഫലം ലഭിക്കുന്ന ഹജ്ജിനെ കുറിച്ചുള്ള ആലോചനയും അതിനെക്കുറിച്ചുള്ള ചിന്തയും അത് ചെയ്യാനുള്ള പരിശ്രമവുമാണ്. അതുണ്ടെങ്കിൽ ആ മനുഷ്യൻ പൂർണ്ണമായും മുക്തനായി എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അള്ളാഹുവിന്റെ ദർബാറിലേക്കുള്ള ഒരു യാത്രയെ കുറിച്ചുള്ള ആലോചന ഏതൊരു മനുഷ്യന്റെയും ഏതൊരു ചെറുപ്പക്കാരന്റെയും എല്ലാ അർത്ഥത്തിലുമുള്ള ആലോചന ഉണ്ടാവണം. അതാണ് ഇന്നത്തെ ഖുത്ബയുടെ ഒന്നാമത്തെ പോയിന്റ്. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല. അല്ലാഹുമ്മ ഹജ്ജ ബൈതിക്കൽ ഹറം എന്ന് പ്രാർത്ഥിക്കാൻ നബി പഠിപ്പിച്ചു. പടച്ചവനെ, എന്തെങ്കിലും ഒരിക്കൽ ആരോഗ്യമുള്ള സമയത്ത്, ആയുസ്സുള്ള സമയത്ത്, സമ്പത്തുള്ള സമയത്ത് മറ്റുള്ളവരോടൊക്കെ പൊരുത്തപ്പെടിച്ച് നിന്റെ ദർബാറിലേക്ക് വരാനുള്ള ഭാഗ്യം എനിക്ക് നൽകണേ എന്ന് എല്ലാ സമയത്തും വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്നതാണ് വിശ്വാസിയുടെ സംസ്കാരമായി ഓർമ്മപ്പെടുത്തുന്നത്. ഏത് പ്രാർത്ഥനക്കും ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് എണ്ണി പറഞ്ഞ സ്ഥലങ്ങളിൽ 80% ഹജ്ജുമായി ബന്ധപ്പെട്ടാണ്. അറഫയാണ്, മിനയാണ്, മുസ്ദലിഫയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് കാണാൻ പറ്റും. 10 ഉംറ നിർവഹിച്ചിട്ടുണ്ട് ഉമർ അൽ ഫാറൂഖ്. ഒരിക്കൽ അദ്ദേഹം നബിയോട്, നബിയെ, ഞാൻ ഉംറ ചെയ്യാൻ പോവാട്ടോ. ഉംറ ചെയ്യാൻ പോകുന്ന ഉമറിനെ നബി ചേർത്ത് പിടിച്ച് പറയാണ്, എന്നെ മറക്കരുത് കേട്ടോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത് കേട്ടോ. എന്ത് ചോദിച്ചാലും അപ്പൊ തന്നെ ഉത്തരം കിട്ടുന്ന മഹാനായ പ്രവാചകൻ, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകൻ തന്റെ കൂട്ടത്തിൽ ഒരു അലിയായി ഉംറക്ക് പോകുമ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ സ്ഥലത്ത് വെച്ചുള്ള പ്രാർത്ഥനയുടെ ഗൗരവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് എന്നതാണ്. അള്ളാഹു ഉത്തരം തരാമെന്ന് പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും. അതുകൊണ്ട് ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ, ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട നിബന്ധനയാണ്. ആരോഗ്യം ക്ഷണിച്ചിട്ടല്ല ഹജ്ജ് ചെയ്യേണ്ടത്, ഉംറ ചെയ്യേണ്ടത് എന്നതാണ്. അപ്പോ നമ്മുടെയൊക്കെ മനസ്സിൽ, ഇന്നത്തെ ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ പറയാൻ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല, നിങ്ങളുടെയൊക്കെ മനസ്സിൽ എല്ലാ കാലത്തും ഹജ്ജിന് വേണ്ടിയുള്ള, ഉംറയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാവണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, എന്താണ് ശരിക്കും ഹജ്ജ്? ഹജ്ജ് നൽകുന്ന സന്ദേശം എന്താണ്? എന്താണ് ഹജ്ജിന്റെ പൊരുൾ എന്ന് പറയുന്നത്? ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നാണ് രണ്ടാമത്തെ കാര്യം. പലപ്പോഴും നമ്മുടെ ഒരു കുറവ് എന്താന്ന് വെച്ചാല്, ആരാധനാ കർമ്മങ്ങളുടെ യഥാർത്ഥമായ മൂല്യം, നിസ്കാരമൊക്കെ ശരിക്കും ഒരു മനുഷ്യനെ സാമൂഹ്യമായി ഉത്തമനാക്കുന്ന കർമ്മമാണ്. നോമ്പ് മറ്റുള്ളവരുടെ വിശപ്പും കണ്ണീരും ബുദ്ധിമുട്ടും അറിയിക്കുന്ന കർമ്മമാണ്. ഇതുപോലെ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഹജ്ജിന് നമ്മൾ കാണാത്ത ഒരുപാട് പൊരുളുകളുണ്ട്, നമ്മൾ ആലോചിക്കാത്ത ഒരുപാട് ചരിത്ര പശ്ചാത്തലമുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കുമ്പോഴാണ് ആ മണലാരണ്യത്തിലേക്ക് കാലുകുത്താനുള്ള മനസ്സ് നമ്മൾക്കുണ്ടാകുന്നത്, നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നതാണ്. സാധാരണഗതിയിലെ ഹജ്ജിന് പോണതും ഹജ്ജിന് പോയി വരുന്നതും വന്നതിന് ശേഷം ഹാജിന്ന് വിളിക്കാത്തവരോട് തെറ്റുന്നതും ഇതൊക്കെ വലിയ ചടങ്ങാണ് നമ്മുടെ നാട്ടിൽ. എന്താ ചിന്ന ഹാജിന്ന് വിളിക്കാത്ത, ഞാൻ ഇപ്പൊ ഹജ്ജ് ചെയ്ത് എനിക്ക് അറിയില്ലേ, അങ്ങനെയൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ടതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനൊരു ഹാജിയല്ലേ, ശരിക്ക് ഹജ്ജ് കഴിഞ്ഞ് വന്നവനെ ഹാജിന്ന് വിളിക്കാൻ പാടില്ല. ഹജ്ജ് ഞാൻ ചെയ്തോനാന്ന് തന്നെ പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാ ഹജ്ജത വലാകിൻ ഹജ്ജത്തുൽ ഗൈർ, നീ ഹജ്ജ് ചെയ്തിട്ടില്ല, അന്റെ കഴുതയാണ് ഹജ്ജ് ചെയ്തത് എന്നൊരാൾ പറയുന്നത്. നീ ഹജ്ജ് ചെയ്തിട്ടില്ല, കാരണം നീ ആളുകളുടെ ഇടയിൽ അത് വലിയ സംഭവമാക്കി ഹാജിയാക്കി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചതാണ്. നിന്റെ ഉദ്ദേശത്തിൽ കുറവുണ്ട്, വീഴ്ചകളുണ്ട്.
നിന്റെ ഒരു കഴുതിന്റെ തിരിച്ചറിവ് പോലും ഇല്ലാത്തവനാണ് ഇത്തരത്തിൽ ഹജ്ജിനെ കുറിച്ച്, അതിന്റെ കാര്യങ്ങളെ കുറിച്ച്, അതിന്റെ ആത്മീയതയെ കുറിച്ച് ഒട്ടും ആലോചിക്കാതെ പറയുന്നത്, ചിന്തിക്കുന്നത്, ചെയ്യുന്നത് എന്ന് പ്രവാചകന്റെ വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഹജ്ജ് എന്നത് ഒരു വലിയ മനുഷ്യന്റെ, മഹാനായ പ്രവാചകന്റെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നേർക്കുനേരെയുള്ള ജീവിതമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. 4000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ജീവിച്ച്, മക്ക അടക്കമുള്ള പ്രദേശങ്ങളിൽ ജീവിച്ച് കടന്നുപോയ, തന്റെ ചുറ്റുപാടുകളിലുള്ള എല്ലാ തിന്മകളോടും നിരന്തരം കലഹിച്ച് പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ച മഹാവിപ്ലവകാരിയുടെ ഐതിഹാസികമായ ജീവിതത്തിന്റെ നുറുങ്ങുകൾ ഒരു മനുഷ്യൻ പകർത്തിയെടുക്കുന്നതാണ്, ഒരു മനുഷ്യൻ കരസ്ഥമാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹാജി ധരിക്കുന്ന വസ്ത്രം മിഖാത്തിന്റെ പരിധിയിൽ യലംലം എത്തിക്കഴിഞ്ഞാൽ ഓരോ ഹാജിമാരും എടുക്കുന്ന 2 വസ്ത്രമുണ്ട്. ആ വസ്ത്രമല്ലാത്ത നമ്മുടെ ശരീരത്തിലെ എല്ലാ വസ്ത്രവും, അടിവസ്ത്രം അടക്കം അഴിച്ചു വെക്കണം, ഇടാൻ പറ്റൂല. നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ തിരിച്ചറിവ് എന്ന് പറയുന്നത്, നമ്മളെ ആളുകൾ മനസ്സിലാക്കുന്നത് വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതൊക്കെ അഴിച്ചിട്ടുകൊണ്ട് അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ 4000 വർഷമുള്ള വസ്ത്രവിധാനമാണ്, വേഷവിധാനമാണ് ഓരോ വിശ്വാസിയും 2 തുണിയിൽ ഒതുക്കുകയാണ് അവന്റെ വേഷവിധാനം. രാജാതിർത്തികളില്ലാതെ കാൽനടയെ യാത്ര ചെയ്ത മഹാനുഭാവന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വേഷമാണ് അത് എന്ന് ഓരോ ഹാജിയും അപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഇറാഖിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ഇറാഖിൽ ജനിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടം ഉണ്ടാകുന്നത് ഫലസ്തീനിലാണ്. അതിന്റെ അടുത്ത് അദ്ദേഹം സഞ്ചരിച്ച ഒരുപാട് യാത്രകൾ, ഒരുപാട് നാടുകൾ, സദൂം അടക്കമുള്ള പ്രദേശങ്ങൾ, യമൻ അടക്കമുള്ള പ്രദേശങ്ങൾ, മക്കയിലൂടെ കടന്നു വന്ന്, ഫലസ്തീനിലൂടെ കടന്നു വന്ന് ധാരാളം കാൽനടയെ യാത്ര ചെയ്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഇബ്രാഹിം നബിയുടെ വേഷം ധരിച്ചുകൊണ്ട് ഒരു ഹാജി തന്റെ പ്രവാചകന്റെ പരീക്ഷണങ്ങളെ ചേർത്ത് ജീവിതത്തിലേക്ക് തുന്നിക്കെട്ടുന്ന വളരെ പ്രത്യേകതയുള്ള കർമ്മമായ ഹജ്ജ് നമുക്ക് മനസ്സിലാക്കാം. കഅബൻ തവാഫ് ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നത് തന്നെ ഇബ്രാഹിം നബി കഅബത്തിന്റെ പണി പൂർത്തിയാക്കി, കഅബയെ നമ്മൾ വലം ചെയ്യാന്നാ പറയാ, വലം ചെയ്യല് ശരിക്ക് ഇടം ചെയ്യണം, കഅബയെ അടുത്താക്കിക്കൊണ്ട് തവാഫ് ചെയ്യുന്ന ആ വലയം ചുറ്റുന്ന സംഭവത്തെയാണ് കഅബൻ തവാഫ് എന്ന് പറയുന്നത്. ഹാജറ ബീവി സ്വന്തം മകനെ വെള്ളം കുടിക്കാതെ മരണത്തോട് മല്ലിടുന്ന സമയത്ത് സഫാ മർവ കുന്നുകളിലൂടെ പെടഞ്ഞോടി നടന്ന കണ്ണിൽ നിന്നും കണ്ണുനീരിന് പകരം രക്തമൊലിക്കുമാർ നെഞ്ചു പടച്ച ആ സന്ദർഭത്തെ ഓർമ്മപ്പെടുത്തുന്ന യാത്രയാണ് സഅയ് എന്ന് പറയുന്നത്. മിനായിലെ കല്ലേറിന്റെ പൊരുൾ നമുക്കറിയാലോ. എന്താണ് മിനായിലെ കല്ലേറ്? മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനെ അറുക്കാനുള്ള കൽപ്പന കിട്ടിയപ്പോ മകനോടുള്ള പെർമിഷൻ വാങ്ങി അദ്ദേഹം മകനെയും കൊണ്ട് വലത് കൈയിൽ കടാരയും ഇടത് കൈയിൽ മകന്റെ കുഞ്ഞിക്കൈയും പിടിച്ച് ആ മകനെ അറുക്കാൻ വേണ്ടി അദ്ദേഹം പോകുന്ന സമയത്ത് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട പിശാച് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ, പുത്ര സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോ കുമ്പിട്ട് നിന്ന് കല്ലെടുത്തുകൊണ്ട് എറിഞ്ഞാട്ടി ഓടിച്ചതിന്റെ പ്രതീകമായിട്ടാണ് ചമ്രകളിലൊക്കെ ഓരോ ഹാജിയും കല്ലെറിയുന്നത്. അല്ല വെറുതെ ഇങ്ങനെ കല്ലെറിയൊന്നുമല്ല, അതിന്റെ പിന്നിൽ ചരിത്രമുണ്ട്, അതിന്റെ മുന്നിൽ ആത്മീയതയുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബോധ്യം ഒരു മനുഷ്യനുണ്ടാകുമ്പോഴാണ്. നമ്മളൊക്കെ നിരന്തരം വേട്ടയാടുകയാണ് പിശാച്. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ പിശാച് നമ്മുടെ കൂടിയിരിക്കുകയാണ്. വിട്ടുമാറാൻ പറ്റാത്ത വിധം നമ്മളെ നിരന്തരം വേട്ടയാടുന്ന ആ പിശാചിനെതിരെ ശക്തമായ കല്ലുകൾ എറിയാനുള്ള നിർദ്ദേശം നമുക്ക് ലഭിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടന്ന് തീർത്ത, ചെയ്തു കൂട്ടിയ അദ്ദേഹത്തിന്റെ സമീപനങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതവും റീക്രിയേറ്റ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഒരു ഹാജ് ചെയ്യുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചിട്ടാണ് നമ്മളാണ് പോകുന്നത്. നമ്മൾ ആലോചിച്ചോക്ക്, അള്ളാഹു നബിനോട് പറഞ്ഞത്രേ, ഈ ആളുകളോട് കാബം പൂർത്തിയാക്കിയതിനു ശേഷം ആളുകളെ ഹജ്ജിന് വിളിക്കാൻ പറഞ്ഞപ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആലോചിച്ചത് അതും നാട്ടുകാരെ മുമ്പിലല്ല, ജബലുൽ ഖുബൈസ് എന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറി, അബൂ ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് വിളിക്കാൻ പറയാൻ. ആ മുകളിൽ കയറി ഞാനൊരു മനുഷ്യൻ ഇങ്ങനെ ഉച്ചത്ത് വിളിച്ചാൽ ആ ശബ്ദ കോലാഹലങ്ങൾ, ഞാൻ പടർത്തിവിടുന്ന ആശയങ്ങൾ അവിടെ തന്നെ അലിഞ്ഞു ചേരും, അവിടെ തന്നെ ഇല്ലാതാവുമെന്ന് വിചാരിച്ച ഇബ്രാഹിം നബി ചോദിച്ചു, കൈഫ ഉബല്ലിഗു നാസ്, എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക? ഒരു മനുഷ്യൻ അത് കേൾക്കോ? ലോകാവസാനം വരെയുള്ള മനുഷ്യനത് കേൾക്കണ്ടേ? ഞാൻ വിളിച്ചു പറഞ്ഞ കേൾക്കോ? ഈ വിളിക്ക്, നീ അത് എത്തിച്ചു കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുമ്പോ 2 ചെവിയിലും കൈകൾ അമർത്തി വെച്ച് ബാങ്ക് കൊടുക്കുന്നത് പോലെ ഉറക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അല്ലയോ മനുഷ്യരെ,
മുസ്ലിം എന്നല്ല, മുഅ്മിൻ എന്നല്ല. ഹജ്ജുമായി ബന്ധപ്പെട്ട അതിന്റെ മാനവികത വളരെ പ്രധാനമാണ്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ മറ്റൊരു ഖുതുബയിൽ ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യരെ എന്നല്ലാത്ത ഒരു വിളിയും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയില്ല. മനുഷ്യരെ, ഇന്നല്ലാഹ ഖദ് ബനാ ലക്കും ബൈത, അള്ളാഹു നിങ്ങൾക്ക് ഒരു വീട് പണിതിരിക്കുന്നു. ഞാനൊരു വീട് പണിതിരിക്കുന്നു എന്നല്ല, ഞാനും എന്റെ മകനും പണിത് എന്നല്ല, അള്ളാഹു നിങ്ങൾക്കൊരു വീട് പണിതിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റബ്ബിന്റെ വിളിക്കുത്തരം നൽകണേ എന്ന അന്നത്തെ വിളിയുടെ മറുപടിയായിട്ടാണ് ഓരോ ഹാജിയും നമ്മുടെ നാട്ടിൽ നിന്നും ലബൈക് അല്ലാഹുമ്മ ലബൈക് ലബൈക് ലാ ശരീക ലക ലബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക ലബൈക് എന്ന് ചൊല്ലിക്കൊണ്ട്, നിരന്തരം ചൊല്ലിക്കൊണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ടാണ് ഓരോ ഹാജിമാരും അവിടെ പോകുന്നത്. അങ്ങനെയൊന്ന് പോകാൻ, അങ്ങനെയൊന്ന് ചൊല്ലാൻ, ആ സ്ഥലമൊന്ന് കാണാൻ, ഇബ്രാഹിം നബി നിന്ന സ്ഥലത്തൊന്ന് നിൽക്കാൻ, അദ്ദേഹം എറിഞ്ഞതുപോലെ നിറയാൻ, അദ്ദേഹം വിശ്രമിച്ചതുപോലെ വിശ്രമിക്കാൻ, രാവും പകലുമില്ലാതെ വെയിലും മഴയുമില്ലാതെ ഓടി നടന്ന ആ ഓട്ടങ്ങളൊന്ന് ഓടാൻ, ഹാജറ ബീവിയെ പോലെ മനസ്സ് പാകപ്പെട്ട് നെഞ്ചു പിളർത്തി അള്ളാഹുലേക്ക് തന്റെ മനസ്സിലൊന്ന് ചിട്ടപ്പെടുത്താൻ. സത്യത്തിൽ ഇബ്രാഹിമി ഫാക്ടറിയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ആ പ്രയോഗം പറ്റുമെന്ന് എനിക്കറിയില്ല. അത്ര കൃത്യമായി ഒരു മനുഷ്യനെ, ഓരോ പുരുഷനെയും ഇബ്രാഹിമാക്കി മാറ്റുന്ന, ഓരോ മക്കളെയും ഇസ്മായിലാക്കി മാറ്റുന്ന, ഓരോ ഭാര്യമാരെയും ഉമ്മമാരെയും ഹാജറിയാക്കി മാറ്റുന്ന മനോഹരമായ ഈ സംവിധാനത്തെ കുറിച്ചുള്ള ആലോചനയും അതിനെക്കുറിച്ചുള്ള പ്രാർത്ഥനയും നമുക്ക് ചെയ്യാൻ സാധിക്കണം എന്നതാണ് രണ്ടാമത്തെ വിഷയമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. സ്വന്തം മകന്റെ കഴുത്തിൽ കത്തി വെക്കുന്നത് ജബൽ ദബീഹ് എന്ന് പറയുന്ന മലയുടെ മുകളിലാണ്. ആ സമയത്ത് അള്ളാഹു പറയുന്നത് അദ്ദേഹത്തോട്, അസ്ലിം ഇബ്രാഹിമെ, നീ മുസ്ലിം ആവ്. അദ്ദേഹം മുസ്ലിമാണ്. പക്ഷെ വീണ്ടും അള്ളാഹു പറയുന്നത് അസ്ലിം, നീ മുസ്ലിം ആവ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിം അല്ലേ എന്നല്ല ചോദിച്ചത്, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അങ്ങനെ ഫലമ്മ അസ്ലമ, മകന്റെ കഴുത്തിൽ കമഴ്ത്തി കടത്തി കഴുത്തിൽ കത്തിവെച്ച് അമർത്തി മുറുക്കുന്ന സമയത്ത്, ഫലമ്മ അസ്ലമ, രണ്ടുപേരും മുസ്ലിം ആവുന്ന സമയം. വിശുദ്ധ ഖുർആൻ രണ്ട് പ്രയോഗമാണ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽജബീൻ. പ്രാർത്ഥന എന്താ പറയുക? റബ്ബനാ വജഅൽനാ മുസ്ലിമൈൻ ലക്, റബ്ബേ ഞങ്ങളെ നീ മുസ്ലിം ആക്കണേ. അപ്പൊ എന്താണ് മുസ്ലിം? നമ്മൾ വിചാരിക്കുന്നത് പോലെ പള്ളിയുടെ 4 ചുമരിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടി തസ്ബീഹും ദിക്റും നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കി, വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബിന്റെ നിസ്കാരത്തെ പറ്റി ഒരു വർത്താനം പറയണില്ല. എത്ര നിസ്കരിച്ചു, എത്ര തഹജ്ജുദ് നിസ്കരിച്ചു, എത്ര സുന്നത്ത് നിസ്കരിച്ചു, ഫർളുകൾ എത്ര, ഒരു വിശേഷവുമില്ല. നിസ്കരിക്കാത്തത് കൊണ്ടല്ല, നിസ്കാരം മാത്രമല്ല ഇസ്ലാമിന്റെ പ്രത്യേകത. അതിന്റെ അപ്പുറത്ത് സാമൂഹ്യമായി ഈ സമൂഹത്തിൽ, സാമൂഹ്യമായി രാഷ്ട്രീയമായി പൊതുരംഗത്തും ഓരോ വിശ്വാസിയും എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് കുടുംബത്തെ ചിട്ടപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് അള്ളാഹുവിനെ ദീനിന്റെ മാർഗത്തിൽ സമർപ്പിക്കേണ്ടത് എന്ന് കൃത്യമായി തന്റെ ജീവിതം തന്നെ വെളിച്ചമാക്കിക്കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ സംഭവങ്ങളും എടുത്ത് നമുക്ക് പരിശോധിച്ചാൽ അജിന് തടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നോക്കിയ നിസ്കാരം, ഉള്ള നിസ്കാരം പോലും ഇപ്പൊ മിനയിലാവട്ടെ മുസ്ദലിഫയിലാവട്ടെ അവിടെയൊക്കെ പോയാൽ ളുഹ്ർ അസറും കൂടി ഈ 2 റക്അത്ത് നിസ്കരിച്ച് അവസാനിപ്പിക്കണം. പിന്നെ അവിടെ നിസ്കാരമല്ല. എന്നാലും കുറെ ആൾക്കാരുടെ നിസ്കരിക്കാനായിട്ട് അങ്ങോട്ട് നിസ്കരിക്കാൻ വേണ്ടി ആരും അങ്ങോട്ട് കൊണ്ടാന്നാ, നിസ്കരിക്കാൻ വേണ്ടി അവിടെ വരണ്ട. മറ്റു ദിക്റുകളില്ല, അവിടെ പ്രാർത്ഥന മാത്രമാണുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാനം നോക്കി കടന്നതുപോലെ മുസ്ദലിഫിലൊക്കെ പോയ ഒരു വിശ്രമമുണ്ട്. മുസ്ദലിഫയിലെ ഒരു ഒരു മുകളിലേക്ക് നോക്കി, ടെന്റില്ലാത്ത സ്ഥലമാണ് മുസ്ദലിഫ. മിനയിലാമിന് ടെന്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ ദീൻ എന്ന് നമ്മൾ വിചാരിച്ചു കൊണ്ടു നടക്കുന്ന കർമ്മങ്ങളൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ ജീവിതത്തിന്റെ ഇസ്ലാമിന്റെ സമർപ്പണം മകന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന സമയത്ത് അവസാന ഘട്ടത്തിലാണ് ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അദ്ദേഹം പിന്നീട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നാണ്. തന്റെ ഉപ്പയുടെ കയ്യിലെ കത്തി കൊണ്ട് കഴുത്തിൽ വെച്ച് അമർത്തി നിൽക്കുമ്പോ കണ്ണീരൊലിപ്പിച്ച മകൻ പറയുന്നത് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദാൻ. മനോഹരമായ ഒരു കുടുംബത്തിന്റെ, മനോഹരമായ ഉപ്പയുടെ, മനോഹരമായ മകന്റെ, മനോഹരമായ ഉമ്മയുടെ കൃത്യമായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് അങ്ങനെ ഒരു ചരിത്രം കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഇബ്രാഹിമുകളാവണം, നമ്മുടെ മക്കൾക്ക് ഇസ്മായിലുകളാവാൻ സാധിക്കണം, നമ്മുടെ കുടുംബത്തിന് ഹാജറുകളാവണം. അതിനവിടെ പോണം, അവിടെ ചെല്ലണം. ഇറാഖിലെ ആസറിന്റെ വീട്ടിൽ
ആസറിന്റെ വീട്ടിൽ ബിംബാരാധകനായ വളരെ മോശപ്പെട്ട് ജീവിച്ച ആസറിന്റെ വീട്ടിൽ ജീവിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പോരാട്ടം കുട്ടിയാകുമെന്ന് തുടങ്ങുന്നത് സ്വന്തം വാപ്പയോട് കലഹിച്ചും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും നിരന്തരം അനുസരണക്കേട് കാട്ടിയും തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പൊതുസമൂഹത്തിൽ കുട്ടികളോടാവട്ടെ എന്തിന് അന്നത്തെ ഭരണാധികാരിയുടെ അരമനകളിൽ അങ്കലാപ്പിന്റെ അലയൊലികൾ സൃഷ്ടിച്ചു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. വളരെ ചെറിയൊരു മനുഷ്യൻ, ഒരു മനുഷ്യനും വിട്ടുകൊടുത്തില്ല. തൗഹീദിന്റെ ഭാഗത്ത് അമ്പലത്തിന്റെ പരിസരത്ത് പോയി, അല്ലെങ്കിൽ ബിംബാരാധന പരിസരത്ത് പോയി അവിടെയുള്ള സർവ്വ ബിംബങ്ങളും തച്ചുടച്ചു. അങ്ങനെ ചെയ്യണമെന്നല്ല, പക്ഷെ അതിലൂടെ അദ്ദേഹം ആ സമൂഹത്തെ ചിന്തിപ്പിച്ചു. സൂര്യൻ നോക്കിക്കൊണ്ട് അദ്ദേഹം ഇതാണ് എന്റെ ദൈവം എന്ന് ഉറക്കെ പറഞ്ഞു. ചന്ദ്രൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചൊക്കെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും അദ്ദേഹം തൗഹീദിന്റെ മാർഗത്തിൽ. കുട്ടികളില്ലാത്തതിന് ചില പണ്ഡിതന്മാർ പറയുന്നത് അതിനൊന്നും മൂപ്പർക്ക് നേരം കിട്ടിയിട്ടില്ല എന്നാണ്. അത്ര മനോഹരമായി തന്റെ ഇസ്ലാമിനെ, തന്റെ ദീനിനെ, തന്റെ സമർപ്പണത്തെ, തന്റെ ത്യാഗത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചുകൊണ്ട് സ്വന്തം ഭാര്യനെയും കുട്ടിനെയും ആ മൊട്ട പ്രദേശത്ത് ഫലശൂന്യം, ജലശൂന്യം, ജലശൂന്യം അവിടെ കൊണ്ടുപോയി നിർത്തുന്ന സമയത്ത് ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മനുഷ്യൻ എങ്ങോട്ടാണ് ഈ പോണത്? ഞങ്ങൾക്ക് ഭക്ഷണമില്ല, വസ്ത്രമില്ല, ഒന്നുമില്ല. ഒന്നും വിടണില്ല. പിന്നെയും ചോദിച്ചു, ഒന്നും വിടണില്ല. പിന്നെയും ചോദിച്ചു, ഒന്നും വിടണില്ല. അല്ല, ഒന്ന് ചോദിക്കട്ടെ, അള്ളാന്റെ കൽപ്പനയാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ. അള്ള പറഞ്ഞിട്ട് അപ്പൊ ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്, എന്തൊരു ജീവിതമാണത്! ആ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുക, ഇതാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ആ അർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ഹജ്ജിനെ ഉണ്ടാക്കിയെടുക്കാൻ, ഹജ്ജുമായി ബന്ധപ്പെട്ട ആലോചനകൾ ഉണ്ടാവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ആലോചിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അറഫയിലെ നൃത്തം, ചുട്ടുകൊള്ളുന്ന വെയിലേറ്റ് ഒരു അല്പനേരമെങ്കിലും ആ വെയിലിന്റെ ചൂടേറ്റ് ഒന്ന് വിയർക്കാൻ നമ്മൾ വിയർക്കണില്ലല്ലോ. നമ്മളാരും തെരുവിൽ കടന്നുറങ്ങുമോ? തെരുവിൽ ആരും കടന്നുറങ്ങുമോ? നമുക്ക് ഓർക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? അവിടത്തെ നമ്മൾ തെരുവിൽ കടന്നുറങ്ങേണ്ടി വരും. അപ്പൊ ഞാൻ പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഈ സംഭവങ്ങളെ, ഈ ഹജ്ജ് ഒരുപാട് ഒക്കെ വിശദമായി വേറെ ഓരോന്നെടുത്ത് പറയേണ്ടതാണ്. പൊതുവെ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒന്ന്, എന്റെ മനസ്സിൽ എപ്പോഴും ഹജ്ജിനെ കുറിച്ചുള്ള പ്രാർത്ഥന ഉണ്ടാകണം. പഠിച്ചോനെ, എന്തെങ്കിലും ഒരിക്കലും എനിക്ക് അവിടെ പോകണം. അള്ളാന്റെ ദർബാറിൽ ഇബ്രാഹിം നബിന്റെ ജീവിതം, അതിനൊക്കെ മുഹമ്മദ് നബിന്റെ ചരിത്രം, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന മണലാരുണ്യത്തിന്റെ കാലുകളൊന്ന് വെക്കണം എന്ന ഓർമ്മ ഓരോ മുസ്ലിമിനും, ഓരോ മുഅ്മിനും, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കും പ്രായപൂർത്തിയായ കൗമാരക്കായ കുട്ടികൾക്കടക്കം അതുണ്ടാവണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അതിന്റെ ചരിത്രം നമ്മൾ മനസ്സിലുണ്ടാവണം. നമ്മളിപ്പോ ഇനി ഒതുക്കത്തൊക്കെ ഇറക്കും, നമ്മൾ സാധാരണ ഒരു പോത്തിന് ഇറക്കണ പോലെ ഇറക്കുക. അതാണോ അതിന്റെ ഉദ്ദേശം? ഇറച്ചി അള്ളാഹ്ക്ക് വേണ്ട, രക്തം അള്ളാഹ്ക്ക് വേണ്ട. തഖ്വ വേണം. ആ തഖ്വയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒതുക്കത്തിറക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ വിഹിതത്തിൽ കൂടുന്നുണ്ടോ? എത്ര പൈസ ഉണ്ടെങ്കിലും ഒരു വിഹിതത്തിൽ കൂടെ നമുക്ക് ഭയങ്കര മടിയാണ്. എത്ര കോടികൾ ഉണ്ടെങ്കിലും ഹജ്ജിന് പോകാൻ നമുക്ക് മടിയാണ്, ഉംറക്ക് പോകാൻ നമുക്ക് മടിയാണ്. ആ മനസ്സിൽ നിന്നും നമുക്ക് നമ്മളെ മാറ്റിപ്പണിയാൻ സാധിക്കണം. അതിനുള്ളൊരു പ്രചോദനം എന്ന അർത്ഥത്തിൽ മാത്രമാണ് ഇന്ന് ഈ ഇടവേളയിൽ, ഈ അവധിക്കാലത്തിന്റെ ഇടയിൽ ചില വിഷയങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇടയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തരത്തിലുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കാൻ, ഹജ്ജിനോടുള്ള ഇഷ്ടം. അല്ലാഹുമ്മ ഇർസുഖ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം. കാണാതെ പഠിക്കണം ഓരോ വിശ്വാസിയും. അല്ലാഹുമ്മ ഇർസുഖ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം. ഓരോ പ്രാർത്ഥനയും അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ, അതിനുവേണ്ടി കാര്യങ്ങൾ കൊണ്ടുവരാൻ, പിന്നെ അതിനുവേണ്ടി വേണമെങ്കിൽ ഒരു കുറ്റിയൊക്കെ ഉണ്ടാക്കി അതിലേക്കൊക്കെ പൈസ, അതൊക്കെ പരിശ്രമമാണ്, അങ്ങനെ വേണമെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള ചില ഭാഗം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഹജ്ജിനോടുള്ള നമ്മുടെ നീതിപൂർവമായ സമീപനമായിരിക്കും എന്ന കാര്യത്തിൽ അത് തർക്കവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ആ അർത്ഥത്തിൽ ഉദ്ദേശമുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.